പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. അതിൻ്റെ രണ്ടാമത്തെ ദിനം, അതിൻ്റെ മണിക്കൂറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റമദാനിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് നാം. ഈ റമദാനിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പിനെ കുറിച്ച് വിശാലമായി 2 ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധമായ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നും ഈ റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ എടുത്തു പറഞ്ഞ വിഷയം. അതുകൊണ്ട് തന്നെ റമദാനിൽ നോമ്പിന് എത്ര തന്നെ പ്രാധാന്യമുണ്ടോ, രാത്രി നിസ്കാരത്തിന് നമ്മൾ എത്ര കണ്ട് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പ്രാധാന്യം കൽപ്പിക്കേണ്ട മറ്റൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും മനനങ്ങളും. കാരണം റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ പോലും ആ റമദാനിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഭാഗങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണീയമായ ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആൻ നമ്മൾ റമദാനിൽ മാത്രം വീട്ടിലെ ഷെൽഫിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് പൊടിയടിച്ച് മാറ്റി അതിനെ വൃത്തിയാക്കി ഒരു വെറും പാരായണം എന്നതിനപ്പുറം വിശുദ്ധ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടാക്കി തീർക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതൊരു ഇബാദത്തും നാം ചെയ്യുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ അടിസ്ഥാനപരമായി വേണം എന്ന് ഖുതുബകളിൽ ആവർത്തിച്ച് നമ്മൾ കേട്ടതാണ്. അതിലൊന്നാമത്തത് അതിൻ്റെ പ്രാധാന്യമാണ്. നിസ്കരിക്കുന്നു, ആ നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് അറിഞ്ഞവൻ മാത്രമേ കൃത്യമായി നിസ്കരിക്കുകയുള്ളൂ. അതോടൊപ്പം രണ്ടാമതായി അറിയേണ്ടത് അതിൻ്റെ പ്രതിഫലമാണ്. ആ പ്രതിഫലം അറിയുന്നതോടുകൂടി ആ പ്രവൃത്തി ചെയ്യാൻ കൂടുതൽ താല്പര്യം മനസ്സിലുണ്ടാകും. അതല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ജുമഅയ്ക്കോ ഒരു മുസ്ലിമാണെന്ന് അറിയിക്കാൻ വേണ്ടി ജുമഅയ്ക്കോ അല്ലെങ്കിൽ റമദാൻ എത്തുമ്പോൾ മാത്രമോ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ടാകാം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊരു അവസരമായി കാണണമെന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. റമദാൻ ഇതൊരു അവസരം, മാറ്റത്തിനുള്ള അവസരം. അള്ളാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ്. നമ്മുടെ തിന്മകളെ മാറ്റി നിർത്താനും നന്മകളിൽ കൂടുതൽ മനസ്സിനെ കെട്ടിയിടുവാനും അതോടൊപ്പം ആ നന്മയിൽ തുടർന്നു പോകുവാനുമുള്ള അവസരമായി കൊണ്ട് കാണണമെന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും വിശുദ്ധ ഖുർആൻ അത് റമദാനിൽ മാത്രം ഓതപ്പെടേണ്ട ഗ്രന്ഥമല്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. അതൊരിക്കലും സൃഷ്ടിയല്ല. അങ്ങനെ സൃഷ്ടിയാണ് എന്ന് വാദിച്ച ഒരു വിഭാഗം മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവിടെയാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആർജവവും അവിടെ കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനു വേണ്ടി നിലകൊണ്ട ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ജയിലിൽ അടക്കപ്പെട്ടു, 80 അടിയോളം അടിക്കപ്പെട്ടു. എന്തിന്? അള്ളാഹുവിൻ്റെ കലാം അത് സൃഷ്ടിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതിനു വേണ്ടി. അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. ആ വിശുദ്ധ ഖുർആൻ ഒരു പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടു പാടിയ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു. 3 W എന്നറിയപ്പെട്ട തിന്മകളിൽ ആണ്ടു ജീവിച്ച ഒരു സമൂഹത്തെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് എന്ന അല്ലാഹ് സാക്ഷ്യം പറഞ്ഞ റളിയല്ലാഹു അൻഹും വറളു അൻ അല്ലാഹ് തൃപ്തിപ്പെട്ട ഒരു ജനപദത്തെ വാർത്തെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതേ ഖുർആനാണ് എൻ്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത്, എൻ്റെയും നിങ്ങളുടെയും വീടുകളിലുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഖുർആൻ നമ്മുടെ ഫോണുകളിൽ ആപ്ലിക്കേഷനായി നിലകൊള്ളുന്നത്. സഹോദരന്മാരെ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം ആ ഖുർആനിന്റെ മഹത്വം അറിയണം, ആ ഖുർആനിന്റെ പ്രാധാന്യം അറിയണം. ആ ഖുർആനിലൂടെ നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടണം. അതിനെന്തു വേണം? ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഖുർആൻ എന്താണ് ഖുർആനിലൂടെ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ എന്താണ് ഖുർആനിന്റെ പ്രാധാന്യം, ആ ഖുർആനിലൂടെ നാം നേടിയെടുക്കേണ്ടത് എന്ത് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ
അടിവരയിട്ട് പഠിച്ചു മനസ്സിലാക്കി ഈ റമദാനിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ, ഒരല്പമൊക്കെ ജോലിയൊക്കെ മാറ്റിവെച്ച്, ഒരല്പം നേരത്തെ കടയും ഷോപ്പും ഒക്കെ അടച്ചും, അതുപോലെ രാത്രി ഒരല്പം ഉറക്കമൊഴിച്ചും നമ്മൾ ഖുർആനിന് വേണ്ടി ഒരു സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് വെറുതെയാവുകയില്ല എന്ന് ഈ ഖുതുബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതുമില്ല. ഇത് ലോകർക്കുള്ള ഗ്രന്ഥമാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്, ഹുദയാണ്, സന്മാർഗമാണ്. ഇത് നമുക്ക് സന്മാർഗമായി മാറേണ്ടതുണ്ട്. നമുക്ക് വഴികാട്ടിയായി ഇരുട്ടിൽ തപ്പുമ്പോൾ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമായി ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് മാറേണ്ടതുണ്ട്. അതിന് ആ ഖുർആനിനെ ആ രൂപത്തിൽ സമീപിക്കേണ്ടതുമുണ്ട് എന്നതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മളല്ലാത്തൊരു വിഭാഗം ഈ ഖുർആനിനെ കേട്ടിട്ടുണ്ട്. ജിന്നുവർഗം ഈ വിശുദ്ധ ഖുർആനിന്റെ വരികൾ കേട്ടപ്പോൾ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ഞാൻ കേട്ടു, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടു. എന്നിട്ട് പറഞ്ഞത് യഹ്ദി ഇല റുഷ്ദ്, ഏറ്റവും ചൊവ്വായ നേരായ മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, നമുക്കങ്ങനെ ആ ഖുർആനിനെ മാറ്റിയെടുക്കാൻ, ആ ഖുർആനിനെ നമ്മുടെ മാർഗദർശനമായി, ഗൈഡൻസ് ആയി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗൈഡ്, നമ്മുടെ ഒരു അഭിപ്രായം തേടിക്കൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് പോകാറുണ്ട്. എന്നാൽ അള്ളാഹുവിനോടും വിശുദ്ധ ഖുർആനിനോടും ഒരു ഗൈഡ് തേടി നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ആ വിശുദ്ധ ഖുർആൻ നമുക്ക് സമാധാനം നൽകുന്നു എന്നാണ്. ആ വിശുദ്ധ ഖുർആൻ നേരായ പാത കാണിച്ചു തരുന്നു എന്നാണ്. ഏതെല്ലാം മാർഗത്തിൽ എങ്ങനെയെല്ലാം സഞ്ചരിക്കണം എന്ന് കൃത്യമായ ഗൈഡൻസ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ആ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് അനിവാര്യമായി ഉണ്ടായിത്തീരേണ്ടതാണ് റഹ്മത്തും അതുപോലെ തന്നെ ബറക്കത്തും. വിശുദ്ധ ഖുർആനിലൂടെ അത് രണ്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. റഹ്മത്തും, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ബറക്കത്തും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ നേടിയെടുക്കാൻ കഴിയും. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. അല്ലാഹ് പറയാണ്, ഖുർആൻ അത് മുബാറക്കായി കൊണ്ടാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അത് പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ബറക്കത്ത് ലഭിക്കും. മാത്രമല്ല ഫത്തബിഊഹു വത്തഖൂ, നിങ്ങൾ ആ ഖുർആനിനെ പിൻപറ്റൂ, എന്നിട്ട് ആ ഖുർആൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചു നോക്കൂ, എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യമുള്ളവരായി, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്നവരായി മാറിയേക്കാം എന്ന് അല്ലാഹ് പറയണം. അങ്ങനെ മാറിയേക്കാമെന്ന് അല്ലാഹ് സംശയത്തിൽ പറഞ്ഞതല്ല, അല്ലാഹ് ഉറപ്പിച്ച് പറഞ്ഞതാണത്. നിങ്ങൾ ആ ഖുർആനിനെ അനുസരിച്ച് ജീവിച്ച്, ആ ഖുർആനിന്റെ വചനങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ, തഖ്വയോടുകൂടി ജീവിച്ചാൽ, അല്ലെ വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഖുർആൻ നേരായ പാത കാണിച്ചു നൽകുള്ളൂ. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ ഈ വാണ് ഉപകാരത്തിൽ വരികയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ സത്യ വേർതിരിച്ചു മനസ്സിലാക്കാനും നന്മ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അതോടൊപ്പം തഖ്വയോടുകൂടി ജീവിക്കാനും വിശുദ്ധ ഖുർആൻ അത് കാരണമാകുന്നു എന്നാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ബറക്കത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തീർന്നില്ല, വിശുദ്ധ ഖുർആനുമായി സമീപനം നടത്തുന്ന, ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തികളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അത് പാരായണം ചെയ്യുന്നവന്റെ ഉപമ എന്നത് മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മസലുൽ മുഅ്മിനീൻ അല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് വെച്ചാൽ അത് ഒരു നാരങ്ങ പോലെയാണ്. ആ നാരങ്ങക്ക് ഒരു മണം ഉണ്ടാവും, ആ നാരങ്ങക്ക് സ്വാദുമുണ്ട്, അല്ലെ? ആ നാരങ്ങ വെള്ളം
കുടിക്കുമ്പോൾ ഒരു ആസ്വാദനമുണ്ട്. അത് ഉപ്പിട്ടും പഞ്ചസാരയിട്ടും ഒക്കെ കുടിക്കാം. ഏത് രൂപത്തിലും നമുക്ക് കുടിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പാനീയമാണ് നാരങ്ങ നീര് എന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെയാണ് എന്ന് പറയുമ്പോൾ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിൻ അവന് നല്ല മണ്ട, നല്ല വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ അവന് ഏറ്റവും നല്ലവനായിരിക്കും. ഏറ്റവും നല്ല വ്യക്തിയും അതോടൊപ്പം നല്ല മറ്റുള്ളവർക്ക് കൂടി ഉപകാരം കിട്ടുന്നതായിരിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ, നല്ലത് പകർത്തി കൊടുക്കാൻ, ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലും നല്ലതുണ്ടായിരിക്കും എന്നതാണ്. നാരങ്ങക്ക് സ്വന്തം ആ നാരങ്ങക്ക് മണമുള്ളതുപോലെ, ആ നാരങ്ങ മറ്റുള്ളവർക്ക് അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉപമയാണ് നാരങ്ങയായി കൊണ്ട് പ്രവാചകൻ പറഞ്ഞത്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനിന്റെ ഉപമ എന്താണ്? നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കഴിക്കാറുണ്ട്. അതിന് എന്തെങ്കിലും ഒരു മണം ഉണ്ടാവും? അതിനൊരു മണം ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയും. അതിന് സ്വമേധയാൽ രുചിയുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മണം നൽകുന്നില്ല എന്നതുപോലെ ഒരു മുഅ്മിൻ അവൻ ഖുർആൻ പാരായണം ചെയ്യാത്ത മുഅ്മിനാണെങ്കിൽ അവന് മണം ഉണ്ടാവൂല, അവന് രുചി ഉണ്ടാവുള്ളൂ. അതായത് ഈമാൻ ഉണ്ടാകും, പക്ഷേ അവൻ അതിനനുസരിച്ചുള്ള ദറജകളോ മറ്റു പുണ്യങ്ങളോ മറ്റു നന്മകളോ അവന്റെ ജീവിതത്തിൽ കുറഞ്ഞിട്ടുണ്ടാകും. അവന് ഈമാനിൽ നുക്സാനുകൾ, കുറവുകൾ സംഭവിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പാരായണം ചെയ്യുന്ന വീടാണെങ്കിൽ അത് ജീവിച്ചിരിക്കുന്ന വീടാണെന്നും പാരായണം ചെയ്യപ്പെടാത്ത വീടാണെങ്കിൽ അത് ശ്മശാനമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം. ഒരു ദിവസവും ഒരു ഖുർആനിന്റെ വരി ഓതാത്ത, ഒരൊറ്റ വരി പോലും ഓതാത്ത ദിവസം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലൂടെ പിശാചിനെ അകറ്റപ്പെടാനും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനും കാരണമാകുന്നതാണ്. തീർന്നില്ല. നമ്മളിൽ ഉത്തമനാരാ? കുറേ സമ്പത്തുള്ള അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ഉള്ള ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെട്ട നേതാവോ അങ്ങനെയാണോ? ഇസ്ലാമിൽ ഉത്തമനെന്ന് പഠിപ്പിച്ചത് അവരാരും ഉത്തമരല്ല എന്നല്ല, മറിച്ച് ഏറ്റവും ഉത്തമർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉത്തമനാരാൻ? ഖൈറുക്കും ഖൈറുക്കും റസൂലുള്ളാഹി പറയാണ്, ഖൈറുക്കും നിങ്ങളിൽ ഉത്തമർ ഡോക്ടർ, എഞ്ചിനീയർ എന്നല്ല, സമ്പത്തുടയവൻ എന്നല്ല, കുറേ സ്വത്തുക്കളുള്ള വലിയ സാമ്രാജ്യത്തിന്റെ ഉടമ എന്നല്ല, മറിച്ച് ഖൈറുക്കും നിങ്ങളിൽ ഉത്തമർ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഉത്തമനാണെന്നറിയോ? ഖുർആൻ പഠിക്കുകയും, ആദ്യം തന്നെ പറഞ്ഞത് പഠിക്കുക എന്നുള്ളതാണ്, പിന്നീട് ആ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ പഠിക്കുന്നവരുടെ മഹത്വം എത്രയായിരിക്കും? അതാണ് ഇവിടെ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമൻ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഡെയിലി ഒരായത്തെങ്കിലും പഠിച്ച് അതിന്റെ അർത്ഥം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹാബിമാർ അങ്ങനെയായിരുന്നു. 10 ആയത്താണ് കേൾക്കുന്നതെങ്കിൽ ആ 10 ആയത്ത് കാണാതെ പഠിച്ചും അത് ജീവിതത്തിൽ പകർത്തിയതിനു ശേഷമേ അടുത്ത 10 ആയത്ത് പഠിക്കുകയുള്ളൂ എന്ന് സഹാബിമാരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അടിച്ചുവിടും റമദാൻ എത്തിക്കഴിഞ്ഞാൽ, അല്ലെ? സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി തീർക്കും. പക്ഷെ അതിനിടയിൽ എന്തു പറഞ്ഞു, എന്നോട് എന്താണ് അള്ളാഹു സംസാരിച്ചത് എന്ന് ആലോചിക്കാനോ എന്ന് പഠിക്കാനോ നമ്മൾ തയ്യാറല്ല. നമ്മൾ തിരക്കിലാണ്. ആ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം എന്താണെന്ന് കേൾക്കാൻ നമ്മളൊന്ന് മനസ്സ് കാണിക്കണം എന്നാണ് പ്രത്യേകമായി ഒരു റമദാനിന്റെ ആദ്യ ദിനങ്ങളിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. 6-ാമത്തെന്നറിയോ? നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഖുർആനിന്റെ പാരായണം. ഒരുപക്ഷെ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ ലാഭവും നഷ്ടവും ഉണ്ടായേക്കാം. എന്നാൽ ഒരു അല്പസമയം വിശുദ്ധ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനു വേണ്ടി നമ്മളൊന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടമില്ലാത്ത കച്ചവടമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നത്. സൂറത്തുൽ ഫാത്തിറിന്റെ 29-30 വചനങ്ങൾ ഒന്ന് ഓതി നോക്കിയാൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അവിടെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. അതിൽ ഒന്നാമത് എണ്ണിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നതിനെയാണ്.
ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നു, വഅഖാമുസ്സലാ, നിസ്കാരത്തെ നിർവഹിക്കുകയും ചെയ്യുന്നു, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്താൽ. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ആ 3 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ച് എങ്ങനെയെന്നറിയോ? തിജാറത്തുൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത് എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെയാണ്. ഒരല്പസമയം ഡെയിലി ദിനേന എന്നോളം നമ്മൾ ഒരല്പസമയം അതിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റാണ് നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ ആ 10 മിനിറ്റ് നഷ്ടമല്ലെന്ന്, ലാഭകരമായ കച്ചവടമെന്നാണ്. അപ്പോൾ കച്ചവടത്തിന് ഇരട്ടിയായ ലാഭമുണ്ടാകും. ആ ലാഭമാണ് ഈ 10 മിനിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പരലോകത്ത് അല്ല ദുനിയാവിൽ തന്നെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഒരു നിശ്ചിത സമയം വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അതിന്റെ ആദ്യാവസാനം ഓതി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന്റെ ആയത്തിന്റെ അർത്ഥങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. 7-മത്തത്, അള്ളാഹുവിന്റെ അഹിലുകാരാകാൻ നമുക്ക് സാധിക്കുന്ന, നമ്മുടെ ഒരു പ്രമുഖനായ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിന്റെ ആ ഒരു വ്യക്തിയുടെ ബന്ധുക്കാരനാകാൻ നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ബന്ധുക്കാരനായി കഴിഞ്ഞാൽ ഒരു പ്രൗഢിയോടുകൂടി അത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അഹിലുകാരാകാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടെ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ ബന്ധുക്കാരനാകാൻ, അള്ളാഹുവിന്റെ കുടുംബക്കാരനാകാൻ നമുക്ക് സാധിക്കുന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹ്ക്ക് ബന്ധുക്കാരായിക്കൊണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ്, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, മൻഹും, റസൂലേ ആരാണവർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആൻ അവർ ഓതിയും പാരായണം ചെയ്തും പഠിച്ചും അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ ഗ്രഹിച്ചും അങ്ങനെ ഖുർആനുമായി ബന്ധം പുലർത്തുന്ന, അഭേദ്യമായ ബന്ധം നിലനിർത്തുന്ന വ്യക്തികൾ അവർ ഖുർആനിന്റെ ആളുകളാണ്. ആ ഖുർആനിന്റെ ആളുകൾ അഹ്ലുല്ലാഹ് വഖാസത്തുഹു, അല്ലാഹുവിന്റെ അഹിലാണ്, അല്ലാഹുവിന്റെ കുടുംബക്കാരനാണ്, അള്ളാഹിന്റെ പ്രത്യേകമായ ആളുകളാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കുടുംബക്കാരനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 8-മത്തത്, മലക്കുകൾ അവരെ പൊതിയുന്ന, മലക്കുകളുടെ പ്രാർത്ഥനയും മലക്കുകളുടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അവിടെ റഹ്മത്ത് പ്രത്യേകമായി ലഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ പള്ളിയിൽ. നമ്മുടെ പള്ളി എന്നത് വെറുതെ നിസ്കരിക്കാനും ജുമാ നടത്തി പോകാനും മാത്രമല്ല, അവിടെ ക്ലാസ്സുകൾ ഉണ്ടാകണം, വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ ശാന്തി ഇറങ്ങുമെന്നാണ്. അവർക്ക് സമാധാനവും ശാന്തിയും അവരുടെ മേൽ ഇറങ്ങും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് മേൽ തീർന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗശത്തുഹുമുർ റഹ്മ, അവരുടെ മേൽ കാരുണ്യം പൊതിയുമെന്നാണ്. അങ്ങനെ തുടങ്ങി വലിയ ഫളിലുകൾ അത്തരം ആളുകൾക്ക് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 9-മത്തത്, നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് ആരും സഹായിക്കാനില്ലാത്ത ദിവസം, ഒരാളും കൂട്ടിനില്ലാത്ത ദിവസം, നാളെ മഹ്ശറയിൽ ഉമ്മ മക്കളെ ഇട്ടെറിഞ്ഞോടുന്ന, സ്വന്തം കാര്യം നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ഭയാനകരമായ ലോകത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. തീർച്ചയായും വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാന്റെ മുമ്പിൽ ഉണ്ടാകുന്ന. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. ഖുർആൻ പറയുമെന്നാണ്, അല്ലാഹുവേ, റമദാനിന്റെ രാത്രിയിൽ അവന്റെ ഉറക്കത്തെ ഞാൻ കെടുത്തിയിട്ടുണ്ട് റബ്ബേ, നീ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ
ആരും സഹായിക്കാനില്ലാത്ത വേളയിൽ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 10ാമത്തത്, ഉന്നതങ്ങളിൽ, സ്വർഗത്തിന്റെയും ദുനിയാവിലും ഉന്നതങ്ങളിൽ എത്താൻ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നല്ലാഹ തആല യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തുന്ന, ചില ആളുകളെ ഉയർത്തുകയും ചെയ്യും. എങ്ങനെ ഉയർത്തൽ? വിശുദ്ധ ഖുർആൻ കിട്ടി, അതിന്റെ അധ്യാപനങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താതെ തോന്നിവാസിയായിക്കൊണ്ട് മുസ്ലിമാണ്, ഐഡന്റിറ്റി ഉണ്ട്. SSLC സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ ചോദിച്ചപ്പോൾ മുസ്ലിം എന്നാണ്, കാസ്റ്റ് ചോദിച്ചപ്പോൾ OBC എന്നൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മുസ്ലിം മാപ്പിള എന്നൊക്കെ കൊടുത്ത് ഒരു മുസ്ലിമായി കൊണ്ട് സർട്ടിഫിക്കറ്റുകളിൽ മാത്രം അറിയപ്പെട്ടവനല്ല. അവനാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഇകഴ്ത്തിയവനാണ്. എന്നാൽ ആ ഖുർആനിൽ പറഞ്ഞ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ഉയർത്തും, നാളെ പാരത്രിക ലോകത്തും ഉയർത്തുന്ന. അതുകൊണ്ടാണ് ഈ ഖുർആനൊക്കെ പഠിച്ച് അത് ഹാഫിളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഉയർത്തുന്ന ചില പ്രത്യേകതയാണ്. അവർക്ക് പ്രത്യേകമായ ദറജകൾ, അവർക്ക് പ്രത്യേകമായ ഇമാമത്തിനുള്ള പദവി ഫിഖ്ഹിന്റെ മസ്അലകളിലൊക്കെ കാണാൻ കഴിയും. ഒരു ഹാഫിളായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഹാഫിളാണ് ഇമാമ് നിൽക്കേണ്ടതെന്നാണ്. അവിടെ ഈ ദുനിയാവിൽ കൊടുത്ത പദവിയാണ്. പ്രായമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിലും ഹാഫിളായ വ്യക്തി ഉണ്ടെങ്കിൽ ഹാഫിളായ വ്യക്തിയാണ് ഇമാമ് നിൽക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഇമാമിന്, അതായത് മുന്നിൽ നിൽക്കേണ്ടവൻ ഖുർആൻ പഠിച്ചവനായിരിക്കണം എന്ന് ദുനിയാവിൽ ചില ദറജകൾ നൽകി, പരലോകത്തോ ആ ഖുർആനിന്റെ ആയത്തുകൾ ഓതി 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 ആ ദറജകൾ, സ്വർഗത്തിന്റെ 100 ദറജകളിൽ എത്ര ദറജകളിലേക്കാണോ ഓതിയെത്താൻ കഴിയുന്നത് അത്രയും ഓതിയെത്താൻ അവന്റെ ഓത്തിനനുസരിച്ച്, അവന്റെ പാരായണത്തിനനുസരിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ ദറജകളിലേക്ക് എത്താൻ അവന് സാധിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് കിരീടമണിയിക്കപ്പെടും, അവരുടെ മാതാപിതാക്കൾക്ക് കിരീടമണിയിക്കപ്പെടും, അവർക്ക് ശുപാർശ ലഭിക്കപ്പെടും. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഫളലുകൾ ഈ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെയും പഠനത്തിലൂടെയും ഹിഫ്ളാക്കുന്നതിലൂടെയും അത് മനസ്സിലാക്കുന്നതിലൂടെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയും നമുക്ക് നേടിയെടുക്കാവുന്നതിൽ വെച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധമായ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് മാർഗദർശനമായി അവതരിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വവും അത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. അതിൽ 11ാമത്തെ കാര്യം വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ലിന്റെ 89ാമതായി കൊണ്ട് പറയുന്നു. 4 കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടാണ് ആ ആയത്ത് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പറയാണ്, ഈ ഖുർആൻ എന്നത് തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടിയുള്ള, വ്യക്തമായ ദർശനമുള്ള, കാഴ്ചപ്പാടുകൾ നൽകുന്ന, ഒന്നിനും ഒരു മുട്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, ഒന്നിനും പരിഹാരമില്ലാത്തൊരു സാഹചര്യം വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾക്ക് ഉണ്ടാവില്ല എന്നാണ്. തീർന്നില്ല, വഹുദൻ, അത് ശരിയായ മാർഗദർശനമാണ്, നേർവഴി നയിക്കുന്നതാണ്. മാത്രമല്ല വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം ആ ഖുർആനിന്റെ ആളുകൾക്ക് ലഭിക്കും. മാത്രമല്ല വബുശ്റാ ലിൽ മുസ്ലിമീൻ, അള്ളാഹ് പറയാണ് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇത് സന്തോഷ വാർത്തയാണ്. എങ്ങനെയാ സന്തോഷ വാർത്ത ആവുക? വെറും സർട്ടിഫിക്കറ്റിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഒരിക്കലും അത് സന്തോഷ വാർത്തയാവുകയില്ല. മറിച്ച് സന്തോഷ വാർത്തയാകും. ഒരു വിഭാഗത്തിന് മുമ്പ് സന്തോഷ വാർത്തയായിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറദു അൻ, അത് ഖുർആൻ കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുമുണ്ട്. എങ്ങനെയാണ് അവർക്ക് ആ ഒരു മാറ്റം, ആ ഒരു മുസ്ലിമീങ്ങൾക്ക് സന്തോഷ വാർത്തയായി മാറിയത്? അവർ ആ ഖുർആനിനെ സ്വീകരിച്ചു, ആ ഖുർആൻ പഠിക്കാൻ തയ്യാറായി, ആ ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തെ നയിക്കാൻ, തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ അവർ പരിശ്രമിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു,
അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു, അള്ളാഹു അവർക്ക് സ്വർഗം നൽകി. അല്ലേ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചു നൽകി. സ്വഹാബികളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സ്വഹാബികളെ പ്രത്യേകം പറഞ്ഞു. അശറത്തുൽ മുബശ്ശിരീന ഫിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന 10 സ്വഹാബികളെ കുറിച്ച് പറഞ്ഞു. അവരെല്ലാം ആരായിരുന്നു എന്ന് നമ്മളൊന്ന് അതിന്റെ ബാക്ക് ഹിസ്റ്ററികൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഉമർ പറയേണ്ടതില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. എന്നിട്ടും ആ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു എന്ന് മാറാൻ, ആ മാറ്റത്തിന് കാരണമായത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ് എന്ന് നമുക്ക് ആർക്കും സംശയമില്ല. സഹോദരന്മാരെ, അത്ര വലിയ ഇസ്ലാമിന്റെ ശത്രുവിന് പോലും മാറി സ്വർഗത്തിന്റെ അഹിലുകാരാകാൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാകാൻ മാറിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ പരിവർത്തനത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ ഈ ഖുർആനിന്റെ വചനങ്ങൾ അത് സാധ്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെന്തു വേണം? വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇനി ഞാൻ ഇപ്പോൾ എവിടെ പഠിക്കാനുള്ളത്? 60 വയസ്സായില്ലേ, ഇനി ഞാൻ എന്ത് പഠിക്കാനാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. 60 വയസ്സല്ല, 70 വയസ്സല്ല, ആയുസ്സുണ്ടോ ഏതു സമയത്തും പഠിക്കാൻ ഇസ്ലാമിന്റെ അധ്യാപനം വിശാലമാണ്. അതുകൊണ്ടാണ് വലിയ വലിയ പണ്ഡിതന്മാർ പോലും, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരെല്ലാം അവരുടെ അവസാനത്തെ നിമിഷങ്ങളിൽ പോലും പേനയും പേപ്പറുമായി കൊണ്ട് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം വായിച്ചു നൽകുന്നത്. അത്ര വലിയ പണ്ഡിതന്മാർ അവരുടെ അവസാനത്തെ നിമിഷത്തിൽ പോലും ചെറിയ മസ്അലകളുടെ പേരിൽ പഠിക്കാൻ വേണ്ടി മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു സമയം ആ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പാരായണം ചെയ്യാൻ നമ്മൾ മാറിയിരിക്കണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, മനഃശാന്തി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയെല്ലാം ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ആ ടെൻഷൻ മുക്തമാക്കി നൽകുന്നത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറയാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഹൃദയങ്ങളുടെ രോഗങ്ങൾ, അല്ലെ, അതാണ് അസൂയ, കുശുമ്പ്, അതുപോലെ തന്നെ അസ്വസ്ഥത, ഈ അത്തരം ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കെല്ലാം ശാന്തി എവിടെയാണ്? വിശുദ്ധ ഖുർആനിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി അടയുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, ശാന്തി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ടും, മനസ്സമാധാനം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ടും പലരും നെട്ടോട്ടത്തിലാണ്, ടെൻഷനിലാണ്. ആ ടെൻഷൻ നീക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അത് കേൾക്കുന്നതിലൂടെ, പാരായണം ചെയ്യുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ അത് നീങ്ങി കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, അല്ലാഹ് പറഞ്ഞ പരിഹാരത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. അല്ലാഹ് പറഞ്ഞ പരിഹാരത്തിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അതല്ലാതെ താൽക്കാലികമായ എന്തെങ്കിലും പരിഹാരങ്ങൾ തേടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് താൽക്കാലികമായ ആ ഒരു രോഗശമനം മാറി പിന്നീട് വീണ്ടും അതിനേക്കാൾ പ്രയാസത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം അല്ലാഹ് പറഞ്ഞ പരിഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, നാളെ പരലോകത്ത് അനുഗ്രഹീതരായ മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കും വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും നന്നായ രൂപത്തിൽ പാരായണം ചെയ്യുന്നവർ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി. ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് എങ്ങനെയെങ്കിലും പാരായണം ചെയ്യുന്നവർക്കല്ല, അതിൽ മാഹിറായിരിക്കും, അത് ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകൾ. അപ്പോ ഈ തപ്പിത്തടഞ്ഞൊക്കെ വായിക്കുന്ന, ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാരായണത്തെ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി പഠിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ തേടണം, പള്ളിയിലുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ആ പാരായണം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ മറ്റു കോഴ്സുകളോ ഇപ്പോൾ സജീവമാണ്, ധാരാളമാണ്. അല്ലെങ്കിൽ തന്നെയും യൂട്യൂബുകളിൽ അതിൻ്റെ ലിങ്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾ വെച്ച് പഠിച്ച്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടം എന്താ? ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഉന്നതങ്ങളായ ആ ഒരു മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുടെ സഹവാസം എന്ന് പരലോകത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് അങ്ങനെ മലക്കുകളുടെ, പുണ്യവാളന്മാരായ മലക്കുകളുടെ കൂട്ടത്തിൽ സഹവസിക്കാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നന്നായ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തീർന്നില്ല, അസൂയയിൽ നിന്ന്,
മുക്തമാകണം ഒരു മുസ്ലിം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പോലും 2 വിഷയങ്ങളിൽ അസൂയപ്പെടാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഖുർആൻ പഠിച്ച് അത് ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നമുക്ക് അസൂയപ്പെടാം. പക്ഷെ ആ അസൂയ എന്തായിരിക്കണം? അല്ലാഹുവേ, നീ എനിക്കും അങ്ങനെയുള്ള അവസരം, അതിനുള്ള കഴിവ് അത് നൽകണം എന്ന ഒരു അസൂയയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിഷയത്തിൽ അസൂയപ്പെടാം. എന്തിന്? ആ വ്യക്തിയിൽ നിന്ന് നീങ്ങിപ്പോകാനല്ല, മറിച്ച് എനിക്കും റബ്ബേ അതുണ്ടായിരുന്നെങ്കിൽ എനിക്കും കൊടുക്കാമായിരുന്നല്ലോ, അല്ലാഹു നീ നൽകണേ എന്നിങ്ങനെയുള്ള അസൂയയാണ് അത് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇസ്ലാം കർശനമായി വിരോധിച്ച അസൂയ എന്ന വിഷയത്തെ 2 വിഷയത്തിൽ ആകാമെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ഖുർആനിന്റെ പഠനവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആനിന്റെ പാരായണം ഓതി കൊടുക്കുന്നതാണ്. എല്ലാ വർഷവും ഒരു പ്രാവശ്യം കാണാതെ ഓതി കൊടുക്കും. പ്രവാചകന്റെ അന്തിമ നിമിഷങ്ങളിൽ അവസാനത്തെ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് 2 പ്രാവശ്യം കാണാതെ ഓതി കൊടുത്തു എന്നാണ്. അപ്പൊ ഇവിടെയുള്ള ഹാഫിദീങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഖുർആനിന്റെ മുറാജഅ നടത്താനുള്ള ഒരു അവസരമായി കൊണ്ട് ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും നോക്കി ഓതാൻ അതിന് കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. ഒരു പ്രാവശ്യം എന്നത് മിനിമമാണ്. മാക്സിമം എത്ര പ്രാവശ്യമാകാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ഖുർആനിന്റെ പാരായണം കൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പൂർവികരായ ആളുകൾ നമുക്ക് കൃത്യമായ മാർഗദർശനം കാണിച്ചു തന്നു. മഹാനായ ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന സലഫുകളായ ആളുകൾ അവർ പാരായണം ചെയ്യുമായിരുന്നു. യത്ലൂനൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യും. ഫി ഷഹ്രി റമളാൻ ഫി സ്വലാത്തി വഗൈരിഹ, നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യുമായിരുന്നു എന്നാണ്. തീർന്നില്ല, ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഖ്തിമുൽ ഖുർആൻ ഫി കുല്ലി സബഅ, എല്ലാ 7 ദിവസങ്ങൾ കൊണ്ടും 7 ദിവസം 7 രാത്രി കൊണ്ട് ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നതാണ്. ഫഇദാ ജാഅ റമളാൻ, അത് മറ്റു മാസങ്ങളിലാണ് കേട്ടോ, അത് മറ്റു മാസങ്ങളിലാണ്. എന്നാൽ ഫഇദാ ജാഅ റമളാൻ, റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫി കുല്ലി 3 ലയാലിൻ മറ, ഓരോ 3 രാത്രി കൂടുമ്പോഴും ഖുർആൻ ഒരു ആവർത്തി ഓതി തീർക്കുമെന്നാണ്. നമ്മൾ ഒരു മാസം കിട്ടിയിട്ട് ഓതി തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരൻ. അവര് സലഫുകൾ, മുൻഗാമികൾ 3 രാത്രി കൊണ്ട് ഒരു പ്രാവശ്യം ഓതി തീർക്കുമെന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ടെങ്കിലും നമുക്കൊരു പ്രാവശ്യം ഓതി തീർക്കാൻ കഴിയുന്നുണ്ടോ? അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. തീർന്നില്ല, അദ്ദേഹത്തിന്റെ വാചകത്തിൽ കാണാൻ കഴിയും, ഫഇദാ ജാഅൽ അശ്റു, അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഖതമ ഫീ കുല്ലി ലൈലത്തിൻ മിൻ മറ, ഓരോ രാത്രിയിലും അവസാനത്തെ 10 ഓരോ രാത്രിയിലും ഓരോ പ്രാവശ്യം. അങ്ങനെ നോക്കുമ്പോൾ 20 ദിവസം കൊണ്ട് ഏകദേശം ഒരു 7 തവണയും, അതോടൊപ്പം അവസാനത്തെ 10 ഓരോ രാത്രിയിലും ഓരോ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 17 തവണയെങ്കിലും, അല്ലെങ്കിൽ മിനിമം ഒരു 15 തവണയെങ്കിലും അവരൊക്കെ റമളാനിൽ ആദ്യ അവസാനം ഓതി തീർക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരവസരമാണ്. സമയങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആ സമയങ്ങളെ മറ്റു കാര്യങ്ങളിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടും അതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതിലുള്ള ആ വേസ്റ്റുകൾ കണ്ടുകൊണ്ടും നമ്മുടെ സമയത്തെ ചിലവഴിക്കാനല്ല ഈ റമളാനെ ഉപയോഗപ്പെടുത്തേണ്ടത്. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് ആദ്യാവസാനം ഒരു ആവർത്തിയെങ്കിലും മിനിമം ഓതി തീർക്കുവാനും, അതോടൊപ്പം അതിൻ്റെ ആശയങ്ങൾ ആവർത്തിച്ച് വായിക്കുവാനും അതിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തുന്ന, വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരാകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.